ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് വൃശ്ചിക മാസം 1-ാം തീയതിയാണ്. രാവിലെ നമ്മളിതാ അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. രാവിലെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിതാ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഓച്ചിറ അമ്പലത്തിലാണ് കേട്ടോ നമ്മൾ വന്നത്. ഓച്ചിറ അമ്പലത്തിൽ വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ 12 ദിവസവും ഉത്സവമാണ്, വൃശ്ചിക ഉത്സവമാണ് കേട്ടോ. അപ്പോൾ അന്നേരം നമ്മൾ തൊഴാൻ വേണ്ടി വന്നിരിക്കുകയാണ്. രാവിലെയാണ് നമ്മൾ വന്നത്. തിരക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് വെയിലൊന്നും കൊള്ളാതെ നമുക്ക് തൊഴാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ വന്നിരിക്കുന്നത്. നമ്മുടെ ഓച്ചിറയിൽ പ്രധാനപ്പെട്ട 2 ഉത്സവങ്ങളുണ്ടെന്ന് പറയാം. ഒന്ന് 28ാം ഓണമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാളകളും അതുപോലെ തന്നെ ഏറ്റവും വലിയ കാളകെട്ട് മഹോത്സവം നടക്കുന്നത് നമ്മുടെ ഓച്ചിറയിലാണ്. അത് 28ാം ഓണത്തിനാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ വരുന്നതാണ് നമ്മുടെ വൃശ്ചിക മാസത്തിൽ 1 മുതൽ 12 ദിവസവും നടക്കുന്ന വൃശ്ചിക മഹോത്സവം. നല്ല തിരക്കായിരിക്കും. ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ഒരുപാട് ആളുകളാണ് നമ്മുടെ ഓച്ചിറ അമ്പലത്തെ തൊഴാൻ വേണ്ടി ആ സമയത്ത് എത്തുന്നത്. അതുപോലെ തന്നെ കുടിലെടുത്ത് ഭജന ഇരിക്കുന്ന ഒരുപാട് ആളുകളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഉച്ച സമയത്തൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നും അന്നദാനമൊക്കെ കഴിക്കാൻ പറ്റും, ചോറൊക്കെ കഴിക്കാൻ പറ്റും. നമ്മൾ ഉച്ച സമയത്തൊക്കെ വരുമ്പം കുടിലൊക്കെ കയറി ചോറൊക്കെ കഴിക്കാറുണ്ട്. അല്ലാതെ തന്നെ നിത്യം അന്നദാനം നടക്കുന്ന ഒരു അമ്പലമാണ് നമ്മുടെ ഓച്ചിറ അമ്പലം. ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കടകളിലൊന്നും കയറി ഒന്നും നോക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അച്ഛന് സ്കൂളിൽ പോകേണ്ടതാണ്. അപ്പം നമ്മൾ ഉണ്ടിക്കാവിലോട്ട് തൊഴാൻ പോവുകയാണ്. സർപ്പക്കാവാണ് കേട്ടോ, ഓച്ചിറയിലെ സർപ്പക്കാവാണിത്. അപ്പോൾ ഇവിടെയും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് പാടാണ് നമുക്ക് ഇതിനകത്ത് കയറി തൊഴാൻ വേണ്ടി. കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ച് പാടാണ് കേട്ടോ. ഈ മഞ്ഞപ്പൂക്കൾ കാണുമ്പോൾ എനിക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മ ഓച്ചിറയിൽ പോയിട്ട് വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വരുന്ന ആ പൂക്കളുടെ ഓർമ്മ വരും കേട്ടോ. തിരിച്ച് വന്ന സമയത്ത് ഇതാ ധാരാളം റോസാ ചെടികളും എല്ലാ ചെടികളും അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാ വർഷവും ഉള്ളതാണ് കേട്ടോ. ഒരുപാട് കച്ചവടം നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ആയതുകൊണ്ടാണ് ഇവിടെ തിരക്കൊക്കെ കുറവ്. അല്ലാത്ത സമയത്ത് നമ്മൾ ഉച്ച സമയത്തൊക്കെ വരുമ്പോൾ ഇവിടെ നല്ല തിരക്കാണ് ചെടി വാങ്ങിക്കാൻ വേണ്ടി. അങ്ങനെ ചെടികളെയൊക്കെ കണ്ടു നിന്ന് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. അമ്മ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാൻ കൂട്ടുകാരെ. ബൈ.